ഹായ്, ഏവർക്കും നമസ്കാരം. ഇതൊരു കൊച്ചു വ്ളോഗാട്ടോ. മഴക്കാലമായതുകൊണ്ടേ പുറത്തേക്കൊന്നും അധികം പോകാനൊന്നും പറ്റിയിട്ടില്ല. ഞാനൊരു മലയാറ്റൂർക്കാരനാണ്. എൻ്റെ നാട് തന്നെ ആവട്ടെ ഇന്നത്തെ സ്റ്റോറി കേട്ടോ. മലയും ആറും ഊരും ചേർന്ന എൻ്റെ നാട്ടിലെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സുന്ദര നാടാട്ടോ മലയാറ്റൂർ. മലയാറ്റൂരിൻ്റെ കിഴക്ക് ഭാഗം സഹ്യനിരകളാൽ പച്ച പുതച്ച വനഭൂമിയാണ്. നിങ്ങൾ മഹാഗണിത്തോട്ടമൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ മഹാഗണിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിയിലേക്കാട്ടോ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ മുമ്പൊരിക്കൽ ഒരു കോൽപ്പാറയെ പറ്റിയൊരു വ്ളോഗ് ചെയ്തിരുന്നല്ലോ. ഈ മല കയറിയാൽ ആരും ഒന്ന് പേടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്ളോഗിന് നിങ്ങൾ നൽകിയ സപ്പോർട്ട് ചെറുതല്ല കേട്ടോ. ആ കോൽപ്പാറ മലയുടെ താഴ്വാരത്തേക്കാണ് ഇന്നത്തെ കാഴ്ചയുള്ളത് കേട്ടോ. ആ കാണുന്ന കനാൽ പാലം കടന്ന കോൽപ്പാറയിലേക്ക് പോകുന്നത്. നമ്മളിന്ന് അങ്ങോട്ടല്ല കേട്ടോ. ഇടമലയാർ കനാലാണ് താഴെ കാണുന്നത്. വേനൽക്കാലത്ത് മാത്രമേ ഇതിലൂടെ വെള്ളം ഒഴുകുള്ളൂ കേട്ടോ. കടുത്ത വേനലിൽ കൃഷി ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്ന കനാൽ വെള്ളമാണ്. മഴയുണ്ടെങ്കിലും ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല. നിറയെ ആടുകളാണല്ലോ കനാലിൽ. ഇപ്പോൾ ഇവിടെ എല്ലാം നിറച്ച് പുല്ലുകളുള്ളതുകൊണ്ട് ആടുകളെ മേയ്ക്കാൻ എളുപ്പമായി അല്ലേ. ഇതിലൂടെയൊക്കെ ഇറക്കി വിട്ടാൽ വഴി തെറ്റൂല. ഞാനിനി നിങ്ങളൊരു കാര്യം കാണിക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു രസം കേട്ടോ. ഈ വഴി കണ്ടില്ലേ, മഴക്കാലത്ത് വെള്ളമൊഴുകുന്ന ജലപാതയായി കിടക്കുന്ന വഴിയാണത്. മലയിൽ നിന്നും ഉറവയായും പെയ്ത്തുള്ളൊക്കെ ആയിട്ട് ഒഴുകുന്ന ജലസമൃദ്ധി ഇവിടെ ഒന്ന് കാണാൻ പറ്റും. ഞാൻ പ്രേക്ഷകരെ കാണിക്കാൻ വന്നത് ഇതിനാണ്. കണ്ടില്ലേ, കനാലിൻ്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്നാൽ കനാലിനടിയിലൂടെ ഒഴുകുന്ന ഒരു കൊച്ചു തോട്. വശങ്ങളെല്ലാം നന്നായി തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളമാണ്. മലയ്ക്ക് മുകളിൽ ചെറിയൊരു അണ കെട്ടി താഴേക്ക് ഒഴുക്കുന്നതാണ്. റിസർവ്ഡ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടേക്കൊന്നും പോയില്ല കേട്ടോ. പ്രത്യേകം പെർമിഷനൊക്കെ എടുക്കണം. കാടിനകത്ത് ഒരു ഫോറസ്റ്റ് ഓഫീസും ഉണ്ട്. ആനയും പുലിയൊക്കെയുള്ള ഏരിയയാണ്. ഈ തോടിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്കാണ് കേട്ടോ ഞാനിനി നിങ്ങളെ കൊണ്ടുപോകുന്നത്.
ഇതാ ഈ കാണുന്ന കനാലിൻ്റെ അടിയിലൂടെ ആട്ടോ ഒഴുകുന്നത്. അതാണ് ഈ ഒരു വീഡിയോൻ്റെ ഒരു ഹൈലൈറ്റും. കനാലിലൂടെ തുരങ്കം ഇട്ടിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ്. അതാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം. ശരിക്കും ഇത് കനാൽ കുത്തി വെള്ളച്ചാട്ടമാണ്, മലയാറ്റൂരിൻ്റെ കുത്തുങ്ക വെള്ളച്ചാട്ടം. കാടിൻ്റെ പ്രതീതിയുള്ള വളരെ സേഫായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. നല്ല മഴയത്തും പേടിയില്ലാതെ ഇറങ്ങാൻ പറ്റും. പ്രകൃതി ആയതുകൊണ്ട് തന്നെ വല്ല പാമ്പിനെയോ പെരിച്ചാഴിയോ കണ്ട് പേടിച്ച ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ആസ്വദിച്ച് തന്നെ കുളിച്ച് പോവാം. സേഫാണെന്ന് പറഞ്ഞാലും കുട്ടികളെ ഇറക്കുവാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. വേറെ വന്യമൃഗശല്യമൊന്നുമില്ല, നാട്ടുപ്രദേശം തന്നെയാണ്. ഇടുക്കിലൂടെ നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കണേ, ഇഴജന്തുക്കളെയൊക്കെ കണ്ടേക്കാം. നാട്ടുകാർ കുറച്ചു പേര് മാത്രമല്ലേ ഇവിടേക്ക് ഇറങ്ങുന്നത്. ആളനക്കമുള്ള പ്രദേശമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആൾ പെരുമാറ്റമുള്ള ഇടങ്ങളായിട്ട് ഇതൊക്കെ മാറട്ടെ അല്ലേ. കനാലിന് ഇരുവശവും ചെറിയ വീതിക്ക് വഴിയുണ്ട് കേട്ടോ. പാർക്ക് ചെയ്യാൻ വലിയ സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല, അതാണ് ഇവിടുത്തെ ഒരു പോരായ്മ. എങ്കിലും മലയാറ്റൂരിലെ മനോഹര ഇടങ്ങളിൽ പ്രധാനമാണ് കുത്തുങ്കലിലേത് കേട്ടോ. വേറെ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വരാം, എൻജോയ് ചെയ്യാം, റിഫ്രഷായി തിരിച്ചു പോകാം. മലയാറ്റൂരിൻ്റെ ഉൾനാടൻ കാഴ്ചകൾ അതിമനോഹരമാണ്. അപ്പോൾ നിങ്ങൾ വരിക, അടിച്ചു പൊളിക്കുക, സേഫായി തിരിച്ചു പോവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വ്ളോഗ് ഇവിടെ നിർത്താം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. നിങ്ങളുടെയൊക്കെ ഒരു വലിയൊരു സപ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വ്ളോഗ് നിർത്തുവാണ്.